പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ബൈജു പ്ലാക്കാട്, പർപ്പിൾ മീഡിയ. നിങ്ങൾക്കേവർക്കും പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 22 ദിവസമായി കൊട്ടിയം, പറക്കുളം, ഉമയനല്ലൂർ പ്രദേശത്ത് നടന്നു വരുന്ന ഒരു സമരമുണ്ട്. ആ സമരം എന്ന് പറയുന്നത് ആറിവാൾ വിരുദ്ധ സമരമാണ്. നാഷണൽ ഹൈവേ 66 എന്ന് പറയുന്ന ഒരു പുതിയ പാത, ഈ പാത ആറിവാൾ കൊണ്ട് നിർമ്മിച്ച് ജനങ്ങളെ, അതിലുപരി യാത്രക്കാരെ 2 മതിൽ കെട്ടി തിരിച്ചിരിക്കുന്ന ഒരു റോഡാണ് കൊട്ടിയം വഴി കടന്നു പോകുന്നത്. ഇതിൻ്റെ ഫലമായി ഒട്ടനവധി യാത്രാ തടസ്സങ്ങൾ, മാർഗതടസ്സങ്ങൾ നിരവധി മാസങ്ങളായി ഇവിടെ രൂപപ്പെട്ടു വരുന്നു. ഇതിൻ്റെ മുന്നോടിയായി തന്നെ മൈലക്കാട് എന്ന പ്രദേശത്ത് ആറിവാൾ തകർന്നു വീഴുകയും അത്ഭുതകരമായി ഒരു സ്കൂൾ ബസ് രക്ഷപ്പെടുകയും ചെയ്ത സംഭവം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരം സമാനമായ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് ആശങ്കയിലാണ് കൊട്ടിയം പ്രദേശത്തെ ജനങ്ങൾ. കൊട്ടിയം അൽമലാമ പമ്പിന് സമീപമുള്ള ആറിവാൾ അപകടകരമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ അപകടത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഹൈവേ അധികൃതരും പോലീസ് അധികാരികളും പോലീസിൻ്റെ മുഷ്കുപയോഗിച്ചുകൊണ്ട് അവിടെ നടത്തുന്ന സമരത്തെ അട്ടിമറിക്കുവാൻ അവിടെ താൽക്കാലികമായി ഒരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ജനങ്ങൾ തടയുകയും ചെയ്തു. ഇനിയും കേരളത്തിലെ ഹൈവേ നിർമ്മാണം നടത്തുന്ന കമ്പനിയും അതുപോലെ തന്നെ ഈ ശിവാലയ എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയും കേന്ദ്ര ഗവൺമെൻറ്റും അധികാരികളും ഹൈവേ അതോറിറ്റിയും ഈ അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആറിവാൾ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഒരു വിശാലമായ സമരമുണ്ടായി. ഈ സമരമെന്ന് പറയുന്നത് ഹൈവേയുടെ വികസന പിന്നോട്ടടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പറക്കുളം പ്രദേശത്തുള്ള ജനകീയ സമര സമിതി പ്രവർത്തകർ ഒരു പിന്നിലോട്ട് നടന്നൊരു സമരം നടത്തുകയുണ്ടായി. ഈ സമരത്തിൽ ഈ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർമാർ, രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക പ്രവർത്തകരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ സമരമാണ്. പിറകിലോട്ട് നടന്ന് ഹൈവേയുടെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിറകിലോട്ട് നടന്ന സമരം തുടങ്ങിയിരിക്കുന്നു. ജനകീയ സമിതിയുടെ ഹൈവേയുടെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് പറക്കുളം ജനകീയ സമിതി ആഭിമുഖ്യത്തിൽ പിന്നോട്ട് നടക്കൽ സമരം. ഹൈവേയുടെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് പറക്കുളം ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പിന്നോട്ട് നടത്തൽ സമരം ആരംഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം. അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് ഹൈവേ പുനർനിർമ്മിച്ച് മേൽപ്പാലം പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ദിവസമായി നടത്തുന്ന ജനകീയ സമരത്തിന്റെ ഒരു പുതിയ സമരമുഖം പിന്നോട്ട് നടക്കൽ സമരം ഇത് ആരംഭിച്ചിരിക്കുന്നു. പിന്നോട്ട് നടന്നുകൊണ്ട് ഹൈവേയുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുന്നു. പിന്നോട്ട് നടക്കൽ സമരം. ഹൈവേയുടെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നോട്ട് നടക്കൽ സമരം ആരംഭിച്ചിരിക്കുന്നു. പറക്കുളം ജനകീയ സമര സമിതി ആഭിമുഖ്യത്തിൽ പിന്നോട്ട് നടക്കൽ സമരം ആരംഭിച്ചിരിക്കുന്നു. ആറിവാൾ പൊളിച്ചുമാറ്റി ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ദിവസമായി നടക്കുന്ന സമരം, പറക്കുളം ജനകീയ സമര സമിതി നടക്കുന്ന സമരം, ആ സമരത്തിന് പുതിയ സമരമുഖം തുറന്നിരിക്കുന്നു. പിന്നോട്ട് നടക്കൽ സമരം ആരംഭിച്ചിരിക്കുന്നു. പിന്നോട്ട് നടക്കൽ സമരം. പറഞ്ഞത് ഇതാ പിന്നോട്ട് നടക്കൽ സമരം. പിന്നോട്ട് നടക്കൽ സമരം. ആറിവാൾ പൊളിച്ചുമാറ്റി മേൽപ്പാലത്തിലൂടെ പുതിയ പാലം പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ദിവസമായി നടന്നു വരുന്ന പറക്കുളം ജനകീയ സമര സമിതി ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ സമരമുഖം തുറന്നിരിക്കുന്നു. ജനങ്ങൾ പിന്നോട്ട് നടക്കൽ സമരം.
നടക്കൽ സമരം. മൂവ് ചെയ്ത് പിന്നോട്ട് നടക്കൽ സമരം. സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാർ ഹൈവേയുടെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് പുറകോട്ട് നടക്കൽ സമരം ആരംഭിച്ചിരിക്കുന്നു. പിറകോട്ട് നടക്കൽ സമരം. ജനകീയ സമിതി സംഘടിപ്പിക്കുന്ന കെട്ടിക്കൊണ്ടുള്ള മുന്നോട്ട് നടക്കൽ സമരമാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ഈ സമരത്തിൽ നിന്നും പങ്കുചേരുകയും തലമുറകളായി ജനങ്ങൾ സൗജന്യമായി സഞ്ചരിച്ചിരുന്ന പർപ്പിൾ മീഡിയ കൊല്ലം